ഞങ്ങൾ കൊട്ടിയൂരി ചെന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വന്നു സ്റ്റേജിൽ. രാവിലെ വീട്ടിലേക്ക് പോയതാണ്. ബൈക്കിൽ ആന മറിച്ചിട്ടു. ആന എടുത്ത് കാലെടുത്ത് നെഞ്ചിൽ വെച്ചു. എന്നിട്ട് നോക്കി. പിന്നെ എന്തോ ഒന്നും ചെയ്യണ്ടെന്ന് കരുതി എടുത്തു. പക്ഷെ ആന കാലെടുത്ത് നെഞ്ചിൽ വെച്ചപ്പോൾ തന്നെ 6 വാരിയിൽ ഒടിഞ്ഞു. 6-7 വാരിയിൽ ഒടിഞ്ഞു. നഖം കൊണ്ട് കാല് മുഴുവൻ പോയി. നിരവധി ഓപ്പറേഷനുകൾ നടത്തി 15 ലക്ഷം രൂപയായി. ഒറ്റ പൈസ സർക്കാർ കൊടുത്തിട്ടില്ല. ഒറ്റ പൈസ. 4000-ഓളം പേർക്കാണ് ഇനി നഷ്ടപരിഹാരം കൊടുക്കാനുള്ളത്. ഞങ്ങൾ മാനന്തവാടിയിൽ പോയി. അജീഷ് ആന ചവിട്ടിക്കൊന്നതാ. വീട്ടിൽ ചെന്നപ്പോൾ 6ാം ക്ലാസ്സുകാരിയായൊരു മകൾ എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, സാറേ ഞാൻ അനാഥയായി, എനിക്കിനി ഉറപ്പ് തരാൻ പറ്റുമോ? എന്നെ പോലുള്ള അനാഥകൾ ഈ നാട്ടിൽ ഇനി ഉണ്ടാവില്ല എന്ന് സാറിന് ഉറപ്പ് പറയാൻ പറ്റുമോ? നമ്മുടെ ചങ്ക് പറയുന്ന ചോദ്യമാണ്. എൻ്റെ മനസ്സിൽ ആ കുഞ്ഞിൻ്റെ മുഖം ഇപ്പോഴുമുണ്ട്. നമുക്ക് മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഈ പരമ്പരാഗതമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ബജറ്റിൽ പണം അനുവദിക്കുകയും അത് സമയബന്ധിതമായി നടപ്പാക്കുകയും ചെയ്യാൻ സർക്കാർ തയ്യാറാവണം. 2 ആധുനികമായ സങ്കേതങ്ങളുണ്ട്. ലോകരാജ്യങ്ങളിൽ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിൽ, കർണാടകയിൽ, ഹിമാചലിൽ, മധ്യപ്രദേശിലൊക്കെ ഉണ്ട്. വനാതിർത്തിയിൽ വനങ്ങളുടെ മൂവ്മെന്റ്, ചലനമുണ്ടായാൽ അറിയാനുള്ള സംവിധാനം ഇപ്പം ഉണ്ട്. ഇത് ശാസ്ത്രലോകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതറിഞ്ഞാൽ തിരിച്ചവരെ കാട്ടിലേക്ക് തിരിച്ചോടിക്കാൻ ഉള്ള സംവിധാനങ്ങളുണ്ട്. കൃത്രിമമായ ശബ്ദമുണ്ടാക്കി കാട്ടിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണമൊരുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാ സ്ഥലത്തും ഇത് ചെയ്യുന്നുണ്ട്. ഇതൊന്നും അറിയാത്ത ഏക സ്ഥലം ഈ കേരളത്തിലെ സർക്കാരും ഇവിടുത്തെ വനം വകുപ്പുമാണ്. ഒന്നും അറിയില്ല. പരമ്പരാഗതവും ചെയ്യുന്നില്ല, ആധുനികവും ചെയ്യുന്നില്ല. അങ്ങനെ ആയിക്കോട്ടെ എന്നാണ്. അങ്ങനെ ആയിക്കോട്ടെ, എന്തു വേണമെങ്കിലും സംഭവിച്ചോട്ടെ. ഇപ്പം നമ്മളാരും വനസംരക്ഷണത്തിനെതിരല്ല. ഐക്യ ജനാധിപത്യ മുന്നണി 100% വനസംരക്ഷണത്തിന്റെ കൂടെയാ. കേരളത്തിലെ ഭൂവിസ്തൃതിയുടെ 29.1% വനമാണ്. ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. അത് സംരക്ഷിക്കണം. പിന്നെയും വനം ഉണ്ടാക്കുകയാണ്. ഇടുക്കിയിൽ, വയനാട്ടിൽ, എല്ലായിടത്തും വീണ്ടും വനം നോട്ടിഫൈ ചെയ്യാണ്. ഇടുക്കിയിലൊക്കെ സ്ഥിതി എന്താണെന്നറിയാം? 2,15,000 ഏക്കറാണ് ഏലത്തോട്ടം. അത് റവന്യൂ ഭൂമിയായിരുന്നു. 2,15,000 ഏക്കർ ഇപ്പോൾ വനഭൂമിയാക്കാൻ പോവുക. അപ്പം മനുഷ്യനിങ്ങോട്ട് പോവും. ഇതൊക്കെ 3-4 തലമുറയ്ക്ക് മുമ്പ് വന്ന് ഗവൺമെന്റ് തന്നെ പറഞ്ഞയച്ച്, ഗ്രോമോർ ഫുഡ് പദ്ധതിയുമായി പറഞ്ഞയച്ച് ഈ മലയോരത്ത് ചെന്ന് കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത ഒരു തലമുറയുടെ 4ാം തലമുറയാണിത്. കുടിയേറ്റം ഉണ്ടായി. അവരിനി കുടിയിറങ്ങണോ? എന്നിട്ട് എങ്ങോട്ട് പോകാനാ? കുടിയിറങ്ങിയിട്ട് ഏത് നാട്ടിലേക്ക് പോകാനാ? ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ലാഘവത്വത്തോടു കൂടി ചെയ്താൽ മതിയോ? കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം വേണം. കാലാനുസൃതമായി 52 കൊല്ലമായി നിയമം വന്നിട്ട്. ശ്രീ കൊടിക്കുന്ന് സുരേഷ് ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹം അടക്കം കേരളത്തിലെ 18 എംപിമാരും പാർലമെന്റിൽ UDFന്റെ എംപിമാർ പോരാടും അതിനുവേണ്ടി. മേപ്പാടിയിൽ ഈ മലയോര സമരയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീമതി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു, ഞങ്ങൾ പാർലമെന്റിൽ ഇതിനുവേണ്ടി ശബ്ദമുയർത്തും, എല്ലാവരും ഒരുമിച്ച് ചേർന്ന്. അസംബ്ലിയിൽ ഞങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 3.5 കൊല്ലക്കാലം ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ കേരളത്തിലെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നത് 2 വിഷയങ്ങളാണ്. ഒന്ന് ഈ മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ, 2 തീരപ്രദേശത്തെ പാവപ്പെട്ടവരുടെ വിഷമങ്ങൾ. ഇത് രണ്ടും 6 അടിയന്തര പ്രമേയങ്ങളാണ് മലയോരത്തെ ആളുകൾക്ക് വേണ്ടി കൊണ്ടുവന്നത്. നിരവധി ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾ, സബ്മിഷനുകൾ, നിരവധി പരിപാടികൾ. നിസ്സംഗതയാണ്. നിസ്സംഗത, മിണ്ടാട്ടമില്ല. ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ ആന കാട്ടിൽ നിന്നിറങ്ങുന്നതെന്ന് ചോദിക്കുന്ന വനം മന്ത്രിയാണ് കേരളത്തിൽ. ശ്രീ റോജി എം ജോൺ ഇവിടെ ഇരിക്കുന്നു. റോജി എം ജോൺ ഒരു ദിവസം നിയമസഭയിൽ ചോദിച്ചു, മയക്കുവെടി കൊണ്ടത് ആനയ്ക്കാണോ മന്ത്രിക്കാണോ എന്ന് സംശയമുണ്ടെന്ന്. മയക്കുവെടി കൊണ്ടതുപോലെയാണ് ആന ഇരിക്കുന്നതെന്ന് റോജി എം ജോൺ നിയമസഭയിൽ പറഞ്ഞു. എന്നിട്ടും യാതൊരു അനക്കമില്ല. മയക്കുവെടി കൊണ്ടതുപോലെ ഇരിക്കുകയാണ് ഗവൺമെന്റും. ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ചെയ്തേ മതിയാവൂ. പരിഹാരം ഉണ്ടാക്കിയേ മതിയാവൂ. ഭൂമി ഇപ്പൊ ബഫർ സോൺ എന്ന പേരിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇവിടെയുണ്ട് ബഫർ സോൺ. ബഫർ സോൺ വന്നാൽ ഏകദേശം റിസർവ് ഫോറസ്റ്റിന്റെ സ്ഥിതിയാവും. ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് ഇവിടുന്ന് അയച്ചു കൊടുത്തത് ഇതുവരെ തിരിച്ചയച്ചു കൊടുത്തിട്ടില്ല. ഇതുവരെ കൊടുത്തിട്ടില്ല.
തമിഴ്നാട് ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾക്ക് 0 ബഫർ സോൺ, വനാതിർത്തി തന്നെ ബഫർ സോൺ, വേറെ അതിന്റെ വനാതിർത്തിക്ക് ഇപ്പുറത്തേക്ക് ഒരു ബഫറും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറായോ? തയ്യാറായില്ല. അപ്പൊ ആളുകൾ അനുഭവിക്കട്ടെ, ആളുകൾ പ്രയാസപ്പെടട്ടെ. ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങൾ യാത്ര നടത്തിയത് ഈ സങ്കടങ്ങൾ കേൾക്കാനും വിഷമങ്ങൾ അറിയാനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും മാത്രമല്ല. മലയോരത്തെ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ഈ സങ്കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നത് വരെ ഞങ്ങൾ കൂടെ ഉണ്ടാകും. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒക്കെ ചെയ്യട്ടെ, ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തും. സംസ്ഥാന ഗവൺമെന്റ് ചെയ്തില്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട, ഇത് തീരാറായി, ഇത് അവസാനിക്കാറായി, കഴിയാറായി. ഇത് കഴിയുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരും. അന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെയും സാക്ഷി നിർത്തി പറയുന്നു, മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ UDF മാറ്റും, അവരുടെ കൂടെ നിന്ന് മാറ്റും. അത് വാക്കാണ്. മുഖ്യമന്ത്രി പറയുന്നത് പോലെ പഴയ ചാക്കിന്റെ വിലയുള്ള വാക്കല്ല, വാക്കാണ്. നിങ്ങൾ എഴുതി വെച്ചോ, റെക്കോർഡ് ചെയ്ത് വെച്ചോ, നമ്മളത് പരിഹരിക്കും, ഞങ്ങൾ കൂടെ ഉണ്ടാകും. ഈ വാക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ ജാഥയുമായി ഇവിടെ എത്തിയത്. കരുവഞ്ചാലിൽ നിന്നും ഈ മലയോരത്തുകൂടി യാത്ര ആരംഭിക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്ര വലിയ പ്രതികരണമാണ് മലയോരത്തെ ജനതയിൽ നിന്നുണ്ടായത് എന്ന് വിവരിക്കാൻ വയ്യാത്ത അനുഭവമാണ് ഈ ജാഥ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഈ ജാഥയിലുടനീളം ഇതിൻ്റെ ഇരകളായി മാറിയവർ, അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ, പാവപ്പെട്ട കർഷകർ കണ്ണുനീരുമായി വന്ന് ഞങ്ങളോട് പരാതികളും സങ്കടങ്ങളും പറഞ്ഞു. പ്രതീക്ഷയോടുകൂടി അവർ കാത്തിരിക്കുകയാണ്. ഈ ജാഥ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എല്ലാം വലുതായി. ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ ജാഥയ്ക്കപ്പുറം ഒരു ജനപദത്തിൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഇതുപോലൊരു ജാഥ നടത്തുന്നത് ആദ്യമായിട്ടാണ്. മലയോരത്തെ ആ സങ്കടങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് നടത്തിയ ഈ ജാഥ തീർച്ചയായിട്ടും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഇനി ആരംഭിക്കാൻ പോകുന്ന തീക്ഷ്ണമായ പ്രയത്നത്തിന് ആത്മവിശ്വാസമാണ് നിങ്ങൾ നൽകിയത്.